ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡോക്ടർ എസ്.ആർ. രംഗനാഥൻ്റെ സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന ടോപ്പിക് കവർ ചെയ്യാനാണ്. ഈ ഭാഗത്ത് നിന്ന് കേരള PSC എക്സാംസിനും അതേപോലെ UGC നെറ്റ് എക്സാംസിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും അതേപോലെ വീഡിയോയുടെ എൻഡിലും നമ്മൾ MCQസും സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എന്നത് S.R. രംഗനാഥനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. 1957 ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 5 ലോസ് ഓഫ് ലൈബ്രറി സയൻസ് ബുക്കിൻ്റെ 2nd എഡിഷനിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സയൻറ്റിഫിക് മെത്തേഡ് ഓർ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി ഇമാജിൻ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് രൂപീകരിക്കുന്നു, ഒബ്സർവേഷൻസ് നടത്തുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, അറ്റ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നു. ബട്ട് രംഗനാഥൻ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ് പറഞ്ഞത്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിൽ എത്തിയാൽ അവിടെ അവസാനിക്കുന്ന ഒന്നല്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നതാണ്. അതുകൊണ്ട് രംഗനാഥൻ ഇതിനെ ഒരു സ്പൈറൽ പ്രോസസ്സായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു സർക്കിൾ ഇമാജിൻ ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തും. ആ പ്രോസസ്സ് അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ സ്പൈറൽ അങ്ങനെയല്ല. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ സയൻറ്റിഫിക് നോളേജിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, പിന്നെ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, വെരിഫിക്കേഷൻ എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ഒരു ലോ ഓർ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ രംഗനാഥൻ്റെ പ്രോസസ്സ് അവിടെ തീരുന്നില്ല. ആ ജനറലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ഒബ്സർവേഷൻസ് നടത്തുമ്പോൾ ചിലപ്പോൾ പുതിയ ഫാക്ട്സ് കണ്ടെത്തിയെന്ന് വരാം. ചിലപ്പോൾ എക്സിസ്റ്റിംഗ് നോളേജിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായേക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെയും അവിടുന്ന് ഒരു പുതിയ പ്രോബ്ലം എമർജ് ചെയ്യുന്നു. അപ്പോൾ ആ പുതിയ പ്രോബ്ലത്തിന് വേണ്ടി വീണ്ടും ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ, വെരിഫിക്കേഷൻ, ജനറലൈസേഷൻ അങ്ങനെ പ്രോസസ്സ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. That is why it is called a spiral of scientific method. So every spiral circle takes scientific knowledge to a further stage. അതാണ് സ്പൈറൽ റെപ്രസെൻറ്റേഷൻ്റെ മെയിൻ ഐഡിയ. ഇനി ഡയറക്ഷൻ ഓഫ് സ്പൈറൽ. രംഗനാഥൻസ് സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് മൂവ്സ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. സോ റിമെമ്പർ ദി ബേസിക് ഐഡിയ: പ്രോബ്ലം, പിന്നെ ഹൈപ്പോത്തസിസ്, അവിടുന്ന് ഒബ്സർവേഷൻ, അവിടുന്ന് എക്സ്പെരിമെൻറ്റേഷൻ, വെരിഫിക്കേഷൻ, ജനറലൈസേഷൻ, പിന്നെയും ന്യൂ പ്രോബ്ലംസ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. സയൻസ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് സർക്കിൾ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്ലി പ്രോഗ്രസിങ് സ്പൈറൽ. ഈ കണ്ടിന്യൂസ് ആൻഡ് പ്രോഗ്രസീവ് നേച്ചർ ആണ് രംഗനാഥൻ സ്പൈറൽ എന്ന രൂപത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് ഡോക്ടർ S.R. രംഗനാഥൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Research begins with a problem or question. Next, literature review. പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. സോ റിസർച്ചേഴ്സ് പ്രീവിയസ് സ്റ്റഡീസ്, എക്സിസ്റ്റിംഗ് തിയറീസ്, ഏർലിയർ ഫൈൻഡിങ്സ്, അവൈലബിൾ എവിഡൻസസ് എല്ലാം സെർച്ച് ചെയ്യും. അതിലൂടെ നിലവിലുള്ള നോളേജ് എന്താണ് എന്നും റിസർച്ച് ഗ്യാപ്പ് എവിടെയാണ് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. എക്സിസ്റ്റിംഗ് നോളജിൻ്റെയും പ്രോബ്ലത്തിൻ്റെ സ്റ്റഡിയെയും അടിസ്ഥാനത്തിലാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എന്നത് ഒരു ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ഓർ പ്രൊപ്പോസിഷൻ ആണ്. ഇത് പിന്നീട് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും ആവണം. നെക്സ്റ്റ്, ഡാറ്റ കളക്ഷൻ. റിസർച്ച് പ്രോബ്ലവുമായി റിലേറ്റഡ് ആയ റെലവൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റേജ്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡ് സർവേസ്, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്സ്, അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡാറ്റ. നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അത് ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ് ഈ സ്റ്റേജ്. ഡാറ്റ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സാണ് ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, കമ്പാരിസൺ, ഇൻ്റർപ്രിട്ടേഷൻ.
ഡാറ്റയുടെ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യലും ആണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. നെക്സ്റ്റ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്. ഡാറ്റ അനാലിസിസ് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റേജ്. കിട്ടിയ ഫൈൻഡിങ്സിൻ്റെ മീനിങ് എന്താണ് എന്നത് റിസർച്ചർ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ്, ഡിസമിനേഷൻ ഓഫ് ഫൈൻഡിങ്. റിസർച്ചിൽ നിന്ന് ലഭിച്ച ഫൈൻഡിങ്സ് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഡിസമിനേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ഇത് പല രീതിയിൽ ചെയ്യാം. റിസർച്ച് പബ്ലിക്കേഷൻ, കോൺഫറൻസസ്, പ്രസൻറ്റേഷൻസ്, റിപ്പോർട്ട്സ്, അതർ സ്കോളർലി കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. സയൻറ്റിഫിക് നോളേജ് ഷെയർ ചെയ്യുകയും ഫർദർ സ്റ്റഡിക്ക് അവൈലബിൾ ആക്കുകയും ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. നെക്സ്റ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫൈൻമെൻറ്റ്. സയൻറ്റിഫിക് റിസർച്ച് ഒരു സൈക്ലിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ശരിക്കും അവിടെ എൻഡ് ആവുന്നില്ല. രംഗനാഥൻ്റെ സ്പൈറലിൽ ഈ കണ്ടിന്യൂസ് നേച്ചറാണ് സ്പൈറൽ ഫോമിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡിലെ 4 കാർഡിനൽ പോയിൻറ്റ്സ്: നാദിർ, ജെനിത്ത്, അസെൻഡൻറ്റ്, ഡിസെൻഡൻറ്റ്. നാദിർ ഇസ് ദ ലോവസ്റ്റ് എൻഡ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ. നമ്മൾ പിക്ചറിലേക്ക് ശ്രദ്ധിക്കുക. നാദിർ ഇസ് ദ ലോവസ്റ്റ് എൻഡ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ. അതായത് ഡയഗ്രമിൽ വെർട്ടിക്കൽ ലൈനിൻ്റെ താഴത്തെ എൻഡിലാണ് നാദിർ. നാദിർ ഇസ് ദ ലോവസ്റ്റ് പോയിന്റ്. ജെനിത്ത് ഇസ് ദ ഹയസ്റ്റ് എൻഡ്. നാദിറിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഭാഗത്താണ് ജെനിത്ത് ഉള്ളത്. ജെനിത്ത് ഇസ് ദ അപ്പർ എൻഡ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ. ജെനിത്ത് ഇസ് ദ ഹയസ്റ്റ് പോയിന്റ്. അസെൻഡൻറ്റ്, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡാണ് അസെൻഡൻറ്റ്. അസെൻഡൻറ്റ് റെഫേഴ്സ് ടു ദി ലെഫ്റ്റ് ഹൊറിസോണ്ടൽ പോർഷൻ ഓർ എൻഡ്. ഇതിൻ്റെ ബേസിക് മീനിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് അപ്വേർഡ്സ് ഓർ റൈസിങ്. അസെൻഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഡിസെൻഡൻറ്റ്. അതായത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ റൈറ്റ് സൈഡാണ് ഡിസെൻഡൻറ്റ് ഉള്ളത്. ഡിസെൻഡൻറ്റ് മീൻസ് ഗോയിങ് ഡൗൺവുഡ്സ്. ഈ 4 കാർഡിനൽ പോയിൻറ്റ്സ് ചേർന്നുകൊണ്ട് 4 ക്വാഡ്രൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെ ക്വാഡ്രൻറ്റ് 1, 2, 3 and 4. നാദിർ ടു അസെൻഡൻറ്റ് വരെയാണ് ക്വാഡ്രൻറ്റ് 1. അസെൻഡൻറ്റ് ടു സെനിത്ത് വരെയാണ് ക്വാഡ്രൻറ്റ് 2. ജെനിത്ത് ടു ഡിസെൻഡൻറ്റ് വരെയാണ് ക്വാഡ്രൻറ്റ് 3. ഡിസെൻഡൻറ്റ് ടു നാദിർ വരെയാണ് ക്വാഡ്രൻറ്റ് 4. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 4 ക്വാഡ്രൻസും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫേസസും ആണ്. ക്വാഡ്രൻറ്റ് 1 എംപിരിക്കൽ ഫേസ്, ക്വാഡ്രൻറ്റ് 2 ഹൈപ്പോത്തസിസ് ഫേസ്, ക്വാഡ്രൻറ്റ് 3 ഡിഡക്റ്റീവ് ഫേസ്, ക്വാഡ്രൻറ്റ് 4 വേരിഫിക്കേഷൻ ഫേസ്. കാർഡിനൽ പോയിന്റ്സും അത് ലീഡ് ചെയ്യുന്ന ക്വാഡ്രൻസും പിന്നെ ആ ക്വാഡ്രൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതുമാണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇനി 4 ഫേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, എംപിരിക്കൽ ഫേസ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെയാണ് എംപിരിക്കൽ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്താണ് ഫാക്ട്സ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഡാറ്റ ഈസ് കളക്റ്റഡ് എംപിരിക്കലി. എംപിരിക്കൽ ഫേസ് ഈസ് ബേസിക്കലി ദ ഫാക്ട് ഫൈൻഡിങ് സ്റ്റേജ്. ദിസ് ഈസ് വെയർ വി ഗ്യാദർ ഇൻഫർമേഷൻ ബൈ യൂസിങ് യുവർ സെൻസസ് ഓർ ത്രൂ ടൂൾസ് ലൈക്ക് ലിറ്ററേച്ചർ റിവ്യൂ. Quadrant 1 collection of data plus observation. Quadrant 2 hypothesis phase. ഇനി കളക്റ്റഡ് ഡാറ്റ മാത്രം ഉണ്ടായാൽ പോരല്ലോ, ആ ഒബ്സർവേഷൻസിൽ നിന്ന് ഒരു ജനറൽ കൺക്ലൂഷൻ എത്തണം. അവിടെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് വരുന്നത്. ഇൻഡക്ഷൻ മീൻസ് പെർട്ടിക്കുലർ ഒബ്സർവേഷൻസിൽ നിന്ന് ജനറൽ കൺക്ലൂഷൻസിലേക്ക് പോവുക എന്നതാണ്. ഡാറ്റ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾക്ക് ടാബുലേറ്റ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, അനലൈസ് ചെയ്യാം. ഒപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിരവധി ഒബ്സർവേഷൻസ് അനലൈസ് ചെയ്ത് അവയിലൊരു കോമൺ പാറ്റേൺ ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എംപിരിക്കൽ ലോസ് ഫോർമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും പ്രോസസ്സാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നടക്കുന്നത്. ഒബ്സർവേഷൻ, പിന്നെ ഇൻഡക്ഷൻ, പിന്നെ എംപിരിക്കൽ ലോസ്. ക്വാഡ്രൻറ്റ് 3 ഡിഡക്റ്റീവ് ഫേസ്. ഇവിടെ എംപിരിക്കൽ ലോസ് വരെ നമുക്ക് കിട്ടിയല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് ഉപയോഗിക്കുകയാണ്. ഇവിടെ ഇൻഡക്ഷനിൽ നമ്മൾ പെർട്ടിക്കുലർ ടു ജനറൽ ആയിരുന്നു പോയത്. ഡിഡക്ഷനിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ജനറലിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലറിലേക്ക് എത്തുകയാണ്.
അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ലോസ് അല്ലെങ്കിൽ ജനറലൈസേഷൻസ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂ പ്രെഡിക്ഷൻസ് ഉണ്ടാക്കുന്നു. ഈ പ്രെഡിക്ഷൻസ് പരിശോധിക്കാനായി ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. യു ഡിസൈൻ ആൻഡ് കണ്ടക്ട് എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് യുവർ ഹൈപ്പോത്തസിസ്. Quadrant 3 uses deductive logic to move from fundamental laws down to specific predictions. Quadrant 4 വെരിഫിക്കേഷൻ ഫേസ്. നമ്മൾ എത്തിയിരിക്കുന്ന പ്രഡിക്ഷൻസും ഗസ്സസും ട്രൂ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ നടക്കുന്നത്. ദ ഹൈപ്പോത്തസിസ് ആർ ടെസ്റ്റഡ് ആൻഡ് വാലിഡേറ്റഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ അതിനെ ഫർദർ സപ്പോർട്ട് ലഭിക്കും. ശരിയല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒബ്സർവേഷൻസിലേക്ക് തിരിഞ്ഞ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. കൺഫേം, ചേഞ്ച് ഓർ റിജക്റ്റ് ദ ഐഡിയാസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സൈക്കിൾ എഗെയിൻ. അങ്ങനെ നാദിറിൽ നിന്ന് തുടങ്ങി നാദിറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോഴും പ്രോസസ്സ് അവിടെ അവസാനിക്കുന്നില്ല. വാലിഡേഷന് ശേഷം ന്യൂ ഒബ്സർവേഷൻസ് ഓർ പ്രോബ്ലംസ് എമർജ് ചെയ്ത് വരാം. അപ്പോൾ പിന്നെയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഇതൊരു സർക്കിളല്ല, സ്പൈറലായി കാണിച്ചേക്കുന്നത്. സയൻറ്റിഫിക് നോളേജ് ഓരോ സൈക്കിളിലും കൂടുതൽ മുന്നോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ, അതായത് സ്പൈറൽ ഓഫ് സയൻറ്റിഫിക് മെത്തേഡിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇത് വന്ന ഇയർ, പിന്നെ ഇതിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഏത് എഡിഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്, പിന്നെ 4 കാർഡിനൽ പോയിൻറ്റ്സ് ഏതാണ്, 4 ക്വാഡ്രൻസ് ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഫേസസ് ഏതൊക്കെയാണെന്നാണ് ഓർത്ത് വെക്കേണ്ടത് മെയിനായിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.